സ്റ്റുഡൻറ്റ് USA പഠിക്കാനായി ചൂസ് ചെയ്തു. സോ ഇനീഷ്യലി ആൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഇപ്പോൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ, കോഴ്സ് ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൈമറിലി ഒരു സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് കുട്ടി അവിടെ നോക്കേണ്ട കാര്യം, നമ്മൾ പറയുന്ന പോലെ കോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും യുഎസിലോട്ട് പോകുന്ന സ്റ്റുഡൻറ്റ് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പല സ്റ്റേറ്റ്സും ഇന്ത്യൻസിന് ഫ്രണ്ട്ലി അല്ല, കമ്മ്യൂണിറ്റി ഫ്രണ്ട്ലി അല്ല. പല സ്റ്റേറ്റ്സും വളരെ എക്സ്പെൻസീവാണ്. പല സ്റ്റേറ്റ്സും ഇപ്പോൾ ലൂസിയാനുള്ള പോലത്തെ സ്റ്റേറ്റ്സ് ക്രൈം റേറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ പ്രൈമറി ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏത് സ്റ്റേറ്റ്സിലോട്ടാണ് പോവുക എന്നുള്ളതാണ്. അതിൽ ഒരു കാരണമായി വരുന്നത് പറഞ്ഞ പോലെ തന്നെ കോഴ്സസ് ആണ്. അത് കുട്ടിക്ക് കിട്ടുന്ന കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. എങ്കിൽ പോലും അതിന് കൂടെ തന്നെ വരുന്നതുണ്ട് അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ കാര്യങ്ങൾ, അതേപോലെ അവിടെ കിട്ടുന്ന ആവറേജ് സാലറി, അതുപോലെ തന്നെ കുട്ടികൾ വരുന്ന ക്രൈം റേറ്റ്സ്, ഡ്രഗ്, ഹോംലെസ് പീപ്പിൾ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളെ സ്റ്റുഡൻസ് ആദ്യം എൻക്വയറി ചെയ്യുന്നത് അവർ ഗൂഗിൾ ചെയ്തിട്ടെല്ലാം കിട്ടുന്ന ഇൻഫർമേഷൻസാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ കൊണ്ടുവരുന്ന സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന സ്റ്റേറ്റ്സ് പറയുമ്പോൾ ലോവർ എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ ആ സ്റ്റേറ്റ്സ് എല്ലാം നമുക്കൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫ്രണ്ട്ലി ആയിരിക്കില്ല. മോർ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന കോഴ്സിന് ആപ്റ്റ് ആവുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലേ? ഡെഫിനറ്റ്ലി എക്സാക്ട്ലി. കാരണം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസുകൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉള്ളതാണ്, പ്രത്യേകിച്ച് ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയിട്ടുള്ള മേഖലയിലോട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഒരു കുട്ടി സ്റ്റുഡൻറ്റ് പോകുന്നത് അതിലുള്ള ആ റെലവൻറ്റ് ഫീൽഡിൽ മാസ്റ്റേഴ്സ് ചെയ്യാനാണ്. ഓയിൽ ആൻഡ് ഗ്യാസിലോ മറ്റുള്ള ഏതെങ്കിലും റെലവൻറ്റ് ഫീൽഡിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന കുട്ടി നോക്കേണ്ടത് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഏതാണെന്നുള്ളത്. ഇപ്പോൾ ടെക്സസിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡിലോട്ട് കുറച്ചും കൂടെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സ്റ്റേറ്റ്സ് ആണ്. അതുപോലെ ഇപ്പോൾ IT ആണെന്നുണ്ടെങ്കിൽ കാലിഫോർണിയ, അതല്ല മാനേജ്മെൻറ്റ് ഓർ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ന്യൂയോർക്കിൻ്റെയും വാഷിങ്ടണിൻ്റെയും പ്രോക്സിമിറ്റിയിൽ വരുന്ന നോർത്ത് കാരോലിന, ന്യൂ ജേഴ്സി തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്സ് എല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.